അഭിമാനവും ഉള്ളത്. ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷാകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഷാഫിയും തള്ളിപ്പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് കോടതി കൈവിട്ടതോടുകൂടി ആരും പിന്തുണയ്ക്കുന്നില്ല, മാതൃകാപരമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ്. അത് CPM ഒരിക്കലും പറ്റാറുമില്ല. ഇതില് ഈ രാഹുൽ വിഷയവുമായിട്ട് സമരസപ്പെടുന്ന ഒരു ചരിത്രത്തിൽ, ഒരു കേരള ചരിത്രത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമരസപ്പെടാൻ കഴിയുന്ന ഒരൊറ്റ സംഭവം നമുക്ക് മുന്നിലില്ല. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോ മാതൃകാപരമായ ശിക്ഷാ നടപടി എടുത്തുന്ന അഭിമാനം കൂടുമ്പോൾ, നേരത്തെ നാം വളരെ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നു, പിന്തുടരുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്താണ് കോൺഗ്രസ് എടുത്തിട്ടുള്ള നടപടി. ഒന്നാമതായി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി. 2 പാർലമെന്ററി പാർട്ടി നിന്നും മാറ്റി നിർത്തുന്നു. 3ാമത് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് പുറത്താകുന്നു. പക്ഷേ കോൺഗ്രസിന്റെ സർവ്വസന്നാഹങ്ങളും അദ്ദേഹത്തിനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമണ്ഡലത്തിലും ഉണ്ട് എന്നതിന്റെ തെളിവാണ് അദ്ദേഹം ഇത്രയും ദിവസം കാണാമറയത്ത് നിൽക്കപ്പെട്ടത് എന്നത് കോൺഗ്രസിന് മറച്ചു വെക്കാനാവുമോ? കോൺഗ്രസിന്റെ ഒരു നേതാവെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിച്ചില്ലെന്ന ആർജവത്തോടു കൂടി പൊതുസമൂഹത്തോട് പറയാനുള്ള ചങ്കൂറ്റം കോൺഗ്രസിലെ ആർക്കെങ്കിലും ഉണ്ടോ? ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന കേരളീയ ജനത വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു മനുഷ്യനെ സംരക്ഷിക്കുകയും ഇത്തരം ഒരു മനുഷ്യന് വേണ്ടി വർത്തമാനം പറയുകയും ചെയ്യേണ്ടി വരുന്നത് ജാള്യതയും CPM അല്ലെങ്കിൽ CPM മുൻകാലങ്ങളിൽ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുമായി താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു നിലപാടും എടുത്തില്ല. മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിനെതിരെ ഒരു നിലപാടും സ്വീകരിക്കുവാനായിട്ട് CPM കഴിഞ്ഞില്ല. അങ്ങനെയല്ല മഞ്ജുഷ്, മുകേഷ് CPM അംഗമല്ല. മുകേഷ് CPM സഹയാത്രികൻ എന്ന നിലയിൽ പാർട്ടി നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച ആളാണ്. മുകേഷ് ഒരു സിനിമാക്കാരനാണ്. ആരോപണം പരിശോധിച്ചു. ആരാണ് ആരോപണം ഉന്നയിച്ചത്? ആ അതിജീവിതയെ സംബന്ധിച്ച് പോക്സോ കേസിലെ പ്രതിയാണെന്നേ. പോക്സോ കേസിലെ പ്രതി ഒരു 10 കൊല്ലം മുമ്പ് തന്നെ ഇങ്ങനെ തൊട്ടു, തലോടി, പ്രലോഭിപ്പിച്ചു എന്ന് പറയുകയും അവസാന 1 മാസത്തിന് മുൻപ് വരെ, പരാതി കൊടുക്കുന്നതിന് 1 മാസത്തിന് മുൻപ് വരെ മുകേഷിനോട് 1 ലക്ഷം രൂപ വായ്പ ചോദിക്കുന്നതിന്റെ വിവരങ്ങളടക്കം പുറത്തു വന്നതല്ലേ? അപ്പോ ഏതെങ്കിലും തരത്തിൽ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പീഡനത്തിനിരയായിട്ടുണ്ടെങ്കിൽ ആ അതിജീവിത ഏതെങ്കിലും തരത്തിൽ തന്നെ പീഡിപ്പിച്ച വ്യക്തിയോട് പണം ആവശ്യപ്പെടുമോ? ഇതും രാഹുലിന്റെ വിഷയമായിട്ട് എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ കഴിയും? എങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും? മുകേഷിനെതിരെ ഏത് കേസിലാണെങ്കിലും മെറിറ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മുൻകൂർ ജാമ്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും രാഹുലിന്റെ കാര്യത്തിലും അത് തന്നെയായിരുന്നു. മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിനെ നിയമപരമായിട്ട് പോരാടാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ രാഹുലിന്റെ കാര്യത്തിൽ അത് ചെയ്തിട്ടില്ല. അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അല്ലല്ല, കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പുറത്താക്കി കേട്ടോ. അല്ല, കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് ഇപ്പൊ പുറത്താക്കിയില്ലല്ലോ. മുൻകൂർ ജാമ്യം തള്ളിയപ്പോഴല്ലേ കോൺഗ്രസ് പുറത്താക്കിയത്? അതാണോ ചെയ്യേണ്ടിയിരുന്നത്? ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവിന് നേരിട്ടറിവുണ്ട്, KPCC പ്രസിഡന്റ് നേരിട്ടറിവുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ശരിയാണ്. അല്ലല്ല, രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് മാതൃകാപരമാണെന്ന് അവർ പറയുമ്പോഴും അങ്ങനെയല്ല. അത് മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം എടുക്കുന്നതുവരെ കാത്തിരുന്നു. അല്ല, CPM കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഈ മുൻകൂർ ജാമ്യത്തിലൊക്കെ തീരുമാനം എടുക്കുന്നതുവരെയൊക്കെ കാത്തിരിപ്പും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു നടപടിയിലേക്കും പോയില്ല. അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം നൽകണമെന്ന് കോടതി വിധിച്ചിരുന്നു. അപ്പോൾ ആ സമയം വരെയൊക്കെ നിങ്ങളും കാത്തിരുന്നു കേട്ടോ. നടപടി വേണോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ചർച്ചകളും ഒക്കെ നടന്നിരുന്നു ആ സമയത്തും. അല്ല, മഞ്ജുഷ്, മുകേഷിന്റെ കാര്യത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആരോപണമാണ്. 10 കൊല്ലം മുമ്പ്, ഈ പരാതി കൊടുക്കുന്നതിന് 10 കൊല്ലം മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിജീവിതം നൽകിയിട്ടുള്ള പരാതി. ആ പരാതിയിൽ കടമ്പില്ലെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ മുകേഷിനോട് അവർ പലതവണ പണം കടമായി ആവശ്യപ്പെട്ടതിന്റെ രേഖകൾ അടക്കമാണ് മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തത്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താ? മുകേഷ് സംഘടനാപരമായി പാർട്ടിക്കുള്ളിലില്ല. പാർട്ടിക്കുള്ളിലുള്ള ഒരാൾക്കെതിരെ മാത്രമേ പാർട്ടിക്ക് നടപടിയെടുക്കാം. ഒരു MLA രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുക എന്നത് MLA തെരഞ്ഞെടുത്തത് കൃത്യമായി ജനങ്ങളാണ്. മുകേഷിനെ ഒരു സ്വതന്ത്ര ഇടതുപക്ഷ MLA എന്ന നിലയിലോ CPM MLA എന്ന നിലയിലോ ആണ് പരിഗണിക്കപ്പെടുന്നത്. മുകേഷിന് ചിഹ്നം അനുവദിച്ചതടക്കം പാർട്ടി അംഗമല്ലാത്ത ഒരാൾക്ക് പാർട്ടി
അനിതര സാധാരണമായ ഘട്ടങ്ങളിലാണ് ചിഹ്നം അനുവദിക്കാറുള്ളത്. അത്തരത്തിൽ അനുവദിച്ച് ശരി ശ്രീത്ത്, അത് തീവ്രത കുറഞ്ഞ പീഡനം എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് പാർട്ടി നടത്തിയത്. ഇന്നലെ തന്നെ ലസിത നായർ തന്നെ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഇവിടെ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, തീവ്രത കൂടിയതാണെന്ന്. അത് CPM എക്കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. എന്നാലും CPM-നെ ഇക്കാര്യത്തിൽ മാറ്റി നിർത്താം, കാരണം അവരെ കൊണ്ട് പറ്റില്ല ഇത്തരത്തിൽ നിലപാടെടുക്കാൻ. പക്ഷേ കോൺഗ്രസിനെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഒരു വകയും ഇല്ലല്ലോ, കാരണം അവർ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ കാത്തു നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഷാനിബ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ പരാതിയൊന്നുമല്ല, ഇനിയും കിടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഖ്യം, ഇരട്ടകൾ, അവർ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല. അത്രമാത്രം കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്നുകൂടിയുണ്ട്, ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി A ഗ്രൂപ്പിൽ നിന്ന് ആര് മത്സരിക്കണം എന്നൊരു തീരുമാനം എടുക്കാനിരിക്കെ ആ സമയത്ത് ഉമ്മൻചാണ്ടി ടിക്കറ്റ് കൊടുത്ത പേര് JS അഖിലിൻ്റെതായിരുന്നു. 3 പേരുകളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം അസുഖബാധിതനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നത്, ഒരു പേപ്പറിൽ എഴുതി. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരുണ്ടായിരുന്നു, അഭിജിത്തിന്റെ പേരുണ്ടായിരുന്നു, JS അഖിലിൻ്റെ പേരുണ്ടായിരുന്നു. അവിടെ ടിക്ക് ചെയ്ത് അഖിലിൻ്റെ പേരാണ്. പക്ഷേ ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അതെന്തായി മാറി എന്ന് നമുക്കറിയാവുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരായി മാറിയത്. അവിടെ കളിച്ചതാരാണ്? ഷാഫി പറമ്പിലാണ്. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ ഇങ്ങനൊരു വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ കോണേഡ് ആവുന്ന സമയത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതേപോലെ പറയാം എന്നുള്ളതല്ലാതെ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസിനോ BJP-ക്കോ CPM-നോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ധാർമ്മികതയും അവകാശപ്പെടാനുള്ള ഒരു ഗ്രൗണ്ടുമില്ല. അത് കേരളത്തിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേന്ദ്രത്തിൽ വരെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ കുൽഭൂഷൺ യാദവുമായി ബന്ധപ്പെട്ട്, കുൽദീപ് സെൻഗറുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പ്രാദേശിക വിഷയങ്ങളായിട്ടല്ല, ദേശം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതേപോലെ മുകേഷിന്റെ വാദത്തിലാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സമ്മതിക്കാം. അതായത് പഴയ കേസാണ്, തന്നെയുമല്ല പണം ചോദിച്ചു പോലെയുള്ള ചില ആരോപണങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. വളരെ കാലം കഴിഞ്ഞിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ് മുകേഷ്. അപ്പൊ അദ്ദേഹം പാർട്ടിയുടെ അംഗമാണോ അല്ലയോ എന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. ശ്രീ KT ജലീൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ മത്സരിച്ചത്. ശ്രീ PV അൻവർ അങ്ങനെ ആയിരുന്നില്ലല്ലോ മത്സരിച്ചത്. അപ്പൊ എന്നിട്ടും കൊല്ലത്ത് മത്സരിക്കുന്ന സമയത്ത് പാർട്ടി ചിഹ്നം കൊടുക്കണം, ആ ചിഹ്നത്തിന് അർഹതയുണ്ട് മുകേഷിന് എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പാർട്ടിക്ക് അതിൽ ലയബിലിറ്റി ഉണ്ട്. 2, പാർലമെന്ററി പാർട്ടിയിൽ എന്താണ് സ്ഥാനമുണ്ടോ ഇല്ലയോ? ഇക്കാര്യത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇതിലെല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നുള്ളത് ഒരു വസ്തുത വ്യക്തമാകും. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കോൺഗ്രസിന് ഒരു തരത്തിലും ഞങ്ങൾ മറ്റൊരാളിനേക്കാൾ ഭേദമാണ്, മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ AICCയുടെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ മഞ്ജുഷ് ഓർക്കുന്നുണ്ടാകും. അന്ന് ഒരു സമയത്ത് ശ്രീ VD സതീശൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇനിയും നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമൊക്കെ പോയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടക്കാൻ പോകുന്ന നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിനെ പെർമനന്റ് ആയിട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ശ്രീ സതീശൻ സൂചിപ്പിച്ചതാണ് എങ്കിൽ ആ സമയത്ത് കേരളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട AICCയുടെ നിരീക്ഷകയായിട്ടുള്ള ദീപ ദാസ്മുൻഷി എന്ന് പറഞ്ഞിരുന്നത് എന്താണ്? അവർ പറഞ്ഞത് ഇനി ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അന്ന് AICCയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, കാർപ്പറ്റിന് അടിയിലേക്ക് തിരികുക എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അങ്ങനെ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഇതിൽ കാണിച്ചിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആശയക്കുഴപ്പവും ഇരട്ടത്താപ്പും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള നടപടി എന്നവർ പറയുമ്പോൾ ശ്രീ